എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യവ്യാപകമായിട്ട് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസ്, മെഡിക്കൽ സ്റ്റുഡൻസ്, മറ്റ് സ്റ്റുഡൻസ്, അതുപോലെ രാഷ്ട്രീയ സംഘടനകൾ, ഈവൻ എന്തിനേറെ പറയുന്നു വീട്ടമ്മമാർ വരെ തെരുവിലിറങ്ങി രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്നല്ലേ? അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കൊൽക്കത്ത ഡോക്ടർ കേസിനെ പറ്റി ഒരു വീഡിയോ ഇടുക, അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകളുണ്ട്. എൻ്റെ ഇൻബോക്സിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മലയാളം പേജസിൽ വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുക. കേവലം ഒരു ക്രൈമിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത്. ഇത്രയും ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും മറ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ എന്തിനാണ് ഇത്രയും വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും തീർക്കുന്നത്? വളരെ സീരിയസ് ആയിട്ട് നമ്മളും നമ്മുടെ ഭരണകൂടവും കാണേണ്ട ഒരു വിഷയമാണ്. ഒരു ഡോക്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? ഇല്ല അല്ലെ? നമ്മളെല്ലാവരും ഡോക്ടറിൻ്റെ അടുക്ക പോകും. നമുക്ക് എന്തെങ്കിലും അത്യാഹിതമോ അപകടമോ ചെറിയ രോഗമാകട്ടെ വലിയ രോഗമാകട്ടെ എന്ത് വന്നാലും നമുക്ക് ഈ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ സഹായം അത്രത്തോളം വേണം. നമ്മൾ അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് പലരും പറയാറുണ്ട് ഭൂമിയിലെ ദൈവങ്ങൾക്ക് തുല്യമാണ് ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നുള്ളത്. അല്ലേ? തീർത്തും ശരിയായിട്ടുള്ള ഒരു വാദമാണ്. എത്രയോ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രവണത എന്തെന്നാൽ, കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് ഡോക്ടേഴ്സിനും മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനും നേരെ നടക്കുന്ന അക്രമങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം വളരെ വേണ്ട, നമ്മളുടെ സംസ്ഥാനത്ത് 2023 മെയ് മാസത്തിൽ നടന്നിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഡോക്ടർ വന്ദനാദാസ്. ആ ഒരു പേര് ഒരു മലയാളിയും മറക്കാൻ സാധ്യത ഉണ്ടാകത്തില്ല. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിൻ്റെ അടുക്കിലേക്ക് പോലീസ് ഒരു ക്രിമിനലിനെ കൊണ്ടുവരികയാണ്. ആ ഒരു ക്രിമിനൽ ആ ഡോക്ടറിനെ ആക്രമിക്കുകയാണ്. ആ ഡോക്ടർ മരണപ്പെടുകയാണ്, രക്തസാക്ഷിയാകുകയാണ്. അല്ലേ? അപ്പോൾ അന്നും നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംസ്ഥാന വ്യാപകമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ രാജ്യത്തുടനീളമുള്ള പല കേസുകളും നോക്കിക്കോ, ഈ ഡോക്ടേഴ്സിനും മെഡിക്കൽ പ്രൊഫഷണൽസിനും എതിരെയുള്ള അക്രമങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യുകയാണ്. ഇത് കള്ളമോ കാര്യങ്ങളോ ഒന്നുമല്ല പറഞ്ഞത്. എത്രത്തോളം വാർത്തകൾ കാണാൻ പറ്റും? ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ആ ന്യൂസ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഇത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് നമ്മളുടെ ജീവൻ രക്ഷിക്കുന്ന, ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഈ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഭരണകൂടത്തിന് പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം ആസ് എ ഹോൾ ഒരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു ക്രൈമിനെ കാണുന്ന പോലെ അല്ല ഞാനിത് കാണുന്നത്. അത്രത്തോളം സീരിയസ് ആയിട്ട്. കാരണം ഞാൻ പേഴ്സണലി അത്രയും റെസ്പെക്ട് ചെയ്യുന്നവരാണ് ഡോക്ടേഴ്സ്. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ ഡോക്ടർ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ഓടിച്ചിരുന്നത്. വയ്യ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് നേരെ നടക്കുന്ന ഓരോ അക്രമങ്ങളും ദൈവത്തെ ഓർത്ത് ദയവായിട്ട് നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുക. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരു പോസ്റ്റ് ഇടാനായിരിക്കും, ഓൺലൈനായിട്ട് ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒക്കെ ഇടാനായിരിക്കും. ഇത് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമാണ് പറയാനുള്ളത്. എന്താണ് കൊൽക്കത്ത ഡോക്ടർ കേസ് എന്ന് വ്യക്തമായിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണൽസും സ്റ്റുഡൻസും ഒക്കെ തന്നെ സമരങ്ങളുമായിട്ട് തെരുവിലിറങ്ങുന്നുണ്ടല്ലേ? അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ശരിയാണ്, ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വന്നതാണെങ്കിലും ജസ്റ്റിസ് ഫോർ ആ ഒരു പെൺകുട്ടി എന്നുള്ള ഹാഷ്ടാഗ് ഉണ്ടെങ്കിലും, നിർഭയ 2 എന്നാണ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വൈറലാകുന്നത്. പക്ഷേ നിങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതിനെ സംബന്ധിച്ചുള്ളത് മാത്രമാണ്. ഈ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു അക്രമങ്ങളുണ്ട് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിന് നേരെ. അതിനെ തടയിടണം. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഞങ്ങളുടെ ജീവൻ ഭരണകൂടം ഒന്ന് മൈൻഡ് ചെയ്യുകയെങ്കിലും ചെയ്യണം. ഒരു കുറച്ചെങ്കിലും വില, ഒരു മനുഷ്യത്വപരമായിട്ടുള്ള വിലയെങ്കിലും ഭരണകൂടം തരണമെന്ന് പറഞ്ഞു തന്നെയാണ് വലിയ സമരങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവകാശപ്പെടണം. അവർക്ക് കൊടുത്തേ മതിയാകത്തുള്ളൂ ഭരണകൂടം, ഇല്ലെങ്കിൽ അത്രയും ഫെയിലിയർ ആണ് നമ്മുടെ സിസ്റ്റം. ഇനി എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തെ കൊൽക്കത്തയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആർജിക്കർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് എന്നാണ് അതിൻ്റെ പേര്. ഓഗസ്റ്റ് 9 തീയതിയാണ് സംഭവം അരങ്ങേറുന്നത്. അന്ന് രാവിലെ വെളുപ്പിനെയോട് കൂടിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസ്, സെമിനാർ ഹാൾ ഉണ്ടല്ലോ, എല്ലാ കോളേജുകളിലും സെമിനാർ ഹാളും കാര്യങ്ങളൊക്കെ കാണും. ഈ സെമിനാർ ഹാൾ എന്ന് പറയുന്ന ആ കോളേജിലെ 3-ാം നിലയിലാണുള്ളത്, മറ്റൊരു ബിൽഡിങ്ങിന്റെ ഒരു 3-ാം നിലയിലാണുള്ളത്. അപ്പോൾ ഈ സെമിനാർ ഹാളിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ രാവിലെ അതിൻ്റെ ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറയുന്നത് അവിടെ തന്നെ PG ട്രെയിനിയായിട്ട്, അതായത് കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് മേടിച്ച് MBBS അഡ്മിഷൻ കിട്ടി, അത്രത്തോളം ടഫസ്റ്റ് ആയിട്ടുള്ള MBBSും ഗ്രാജുവേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള PG എൻട്രൻസ് എക്സാമും എഴുതി PGക്ക് അഡ്മിഷൻ മേടിച്ച് PG ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടുത്തെ 31 വയസ്സുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. വിദ്യാർത്ഥികൾ ആ പെൺകുട്ടിയെ കാണുമ്പോഴേക്കും അർദ്ധനഗ്നയായിട്ടായിരുന്നു ആ ഒരു ഫ്ലോറിൽ, ആ സെമിനാർ ഹാളിന്റെ തറയിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ട വിദ്യാർത്ഥികൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, അല്ലാതെ വേറെ ബോധം കെട്ടൊന്നും അല്ല കിടക്കുന്നത്. കാരണം അവരും ഡോക്ടേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ MBBS, അറ്റ്ലീസ്റ്റ് MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികളെങ്കിലും ആണല്ലോ. നോക്കുമ്പോൾ ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി
ശരീരത്തെ മൊത്തം ഒരുപാട് മുറിപ്പാടുകളുണ്ട്. ആ മുറിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മുതൽ കാലിൻ്റെ അറ്റം വരെ ആ മുറിപ്പാട് ശരീരത്തുടനീളം കാണാൻ സാധിക്കുമായിരുന്നു. ഉടൻ തന്നെ പെട്ടെന്ന് വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി, എല്ലാവരും വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് വന്നു. പോലീസ് കേസ് അന്വേഷണമൊക്കെ ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ചു. ഓക്കെ, ഞാൻ പറയാൻ വന്നത്, ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു വൈറ്റ് ബോർഡ് എഴുതിയിട്ട് വച്ചിട്ടുള്ള പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം കൈകൊണ്ട് എഴുതിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ഏറ്റവും ക്രൂരതയായിരുന്നു ആ ഒരു സെമിനാർ ഹാളിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഞാനത് വിവരിക്കുന്നൊന്നുമില്ല, അത് വിവരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലുമല്ല. പക്ഷേ ആ കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ പെൺകുട്ടി അനുഭവിച്ച വേദന എത്രത്തോളം നീചമായിട്ടാണ് ആ ഒരു ക്രിമിനൽ, ആ ഒരു വ്യക്തി ആ പെൺകുട്ടി, ആ ഒരു PG ഡോക്ടർ ട്രെയിനിയെ കൊന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾസിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഓൺലൈനിൽ കിട്ടും, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. നമ്മൾ സിനിമകളൊക്കെ, ചില സൈക്കോപാത്ത് സിനിമകളൊക്കെ കാണത്തില്ല, അതുപോലെയായിരുന്നു ആ ഒരു PG ഡോക്ടർ ട്രെയിനിയെ ആ ഒരു ക്രിമിനൽ കൊന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ PG ഡോക്ടർ, ക്രിമിനലായിട്ടുള്ള ആ ഡോക്ടറിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ആ ഡോക്ടർ ഒന്ന് വിശ്രമിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 36 മണിക്കൂറുകളായിട്ട് നിരന്തരമായിട്ട് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രത്തോളം ഒരു ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ PG ട്രെയിനുകളെ ഡ്യൂട്ടിക്ക് ഇടുന്ന, അവർക്കൊരു റെസ്റ്റ് പോലും കൊടുക്കാതെ ഡ്യൂട്ടിക്ക് ഇടുന്ന അത്രയും ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ ഉള്ള കാര്യം അതേപടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും മോശം, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും നശിച്ച സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. 100%. അത് അവിടെ താമസിക്കുന്ന മലയാളികളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാകണമെന്നില്ല. പക്ഷെ അവിടെ കുറേ നാൾ താമസിക്കുന്ന ചിലപ്പോൾ പട്ടാളക്കാരും അല്ലെങ്കിൽ CRP-കാരൊക്കെ ഉണ്ടാവില്ല. ഇവരോട് ചോദിച്ചാൽ മതി, കറക്റ്റ് കാര്യം പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഓൺലൈനിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ 36 മണിക്കൂറിൽ നല്ലൊരു ശതമാനം സമയം ഈ പെൺകുട്ടി ഡ്യൂട്ടിയിലായിരുന്നു. രോഗികളെ പരിചരിക്കുക, മറ്റേ റൗണ്ട്സിന് പോകുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റ് പോലും എടുക്കാൻ സമ്മതിക്കാതെ ഈ കോളേജുകാർ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ആ പെൺകുട്ടി അന്നേ ദിവസം ഭക്ഷണം കഴിക്കുന്നത് രാത്രി 2 മണിക്കാണ്. രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഈ പെൺകുട്ടി നേരെ പോയിട്ടുണ്ടായിരുന്നത് സെമിനാർ ഹാളിലേക്കാണല്ലേ. അത് പറയാം. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏതൊരു കോളേജിൽ വെച്ചിട്ട് ക്രൈം നടന്നു കഴിഞ്ഞാലും അതിന് ആദ്യം ഉത്തരവാദിത്തം പറയേണ്ട കോളേജ് പ്രിൻസിപ്പൾ ആണല്ലേ. ഇവിടെ കോളേജ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഉയർന്ന, ഇത്രയും വലിയൊരു ഡോക്ടർ ആണല്ലേ. അത്രയും റാങ്കിങ് ഉള്ള ഒരു ഡോക്ടറിനെയാണ് ഒരു ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് ഇരുത്തുക. അപ്പോൾ ഇയാൾ പറഞ്ഞെന്താണെന്നറിയാവോ? എന്തിനീ പെൺകുട്ടി രാത്രിയിലെ സെമിനാർ ഹാളിൽ പോയി? പണ്ട് നിർഭയ കേസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു ഗ്യാങ് റേപ്പ് ആയിരുന്നല്ലോ. അന്നും ചിലരും ചോദിച്ചു ഇതുപോലെ തന്നെയാണ്, എന്തിന് ഈ പെൺകുട്ടി രാത്രിയിൽ ഇറങ്ങി നടന്നു? ഒരു തരി മനുഷ്യത്വം ഇല്ലാത്ത, ഒരു തരി കോമൺ സെൻസ് ഇല്ലാത്ത ഇത്രത്തോളം വാദങ്ങൾ പറയുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ഇല്ലാത്ത, അത്രത്തോളം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവന്റെ വിവരക്കേടല്ലേ, ആര് മൈൻഡ് ചെയ്യുന്നു, നമുക്ക് അവനെ 2 കൊടുത്തു വിടാം. പക്ഷെ അതുപോലെ അല്ല ഒരു കോളേജ്, ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ, അതായത് ഉയർന്ന റാങ്കുള്ള ഒരു ഡോക്ടർ പറഞ്ഞത്, രാത്രിയിൽ എന്തിന് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയി? അവൾക്ക് അവിടെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? ഇയാൾ ആദ്യം പറഞ്ഞത് സൂയിസൈഡ് ആണെന്നാണ്. ഡോക്ടർ പറഞ്ഞത് ഇത്രയും മുറിവ്, തല മുതൽ കാല് വരെ പ്രകടമായിട്ടുള്ള മുറിവ് അർത്ഥനഗ്നമായിട്ട് കിടക്കുന്നു, സൂയിസൈഡ് ആണെന്നും പറഞ്ഞാണ് ഈ ഡോക്ടർ ഇതിനെ മൂടി വെക്കാൻ, പ്രിൻസിപ്പൾ ഡോക്ടർ ആണല്ലോ അല്ലെ, ഇയാൾ ഇതിനെ മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ആ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്ത് രാത്രി 2 മണിക്കാണ് ജൂനിയർ പിള്ളേരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നതല്ലേ. വിശ്രമിക്കാൻ, അതായത് കിടക്കാൻ, അവിടുത്തെ ബെഞ്ചുകളിൽ പോയി കിടക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർക്ക് കിടക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി പോലും ആ ഒരു മെഡിക്കൽ കോളേജുകാർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ഹോസ്റ്റലൊക്കെ അപ്പുറത്തായിരിക്കാം. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ഡ്യൂട്ടി കിട്ട കാരണം വിശ്രമിക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. അതിനിടയിൽ ആ സെമിനാർ ഹാളിൽ ഒന്ന് പോയി മയങ്ങാൻ വേണ്ടി പോയതായിരുന്നു ആ പെൺകുട്ടി. എന്നിട്ടാണ് ഈ പ്രിൻസിപ്പൾ ഡോക്ടർ ഈ വർത്താനം പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം. ഈ KG കാർ മെഡിക്കൽ കോളേജിൽ ഒരു സിവിക് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സഞ്ജയ് റോയ് എന്നായിരുന്നു അയാളുടെ പേര്, 33 വയസ്സ്. എന്താണ് സിവിക് വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളിൽ നിന്നുമുള്ള ഒരു പോലീസ് വോളണ്ടിയർ ആണ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ഇലക്ഷൻ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് ഇലക്ഷൻ ബൂത്തുകളിൽ ഡ്യൂട്ടിക്ക് പോയി നിൽക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് വോളണ്ടിയർ എന്ന് സിംപിളി നമുക്ക് ചുരുക്കി വിളിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു പോലീസ് വോളണ്ടിയർ ആയിരുന്നു ഇയാൾ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു വോളണ്ടിയറെ പോലെയല്ല. അവിടുത്തെ വെസ്റ്റ് ബംഗാൾ പോലീസ് ഇയാളെ സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ യൂണിറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ 3 ദിവസം മുമ്പ് മറ്റെവിടെയോ നടന്നിട്ടുള്ള ഒരു വെൽഫെയർ അസോസിയേഷന്റെ മീറ്റിങ്ങിന് പോയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വെൽഫെയർ യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് പോലെ, ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും പോലീസ് ഹെഡ് പോസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അത്
പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ പോലീസ് ഇയാളെ ഈ മെഡിക്കൽ കോളേജിലെ വെൽഫെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഒരു സിവിക് വോളണ്ടിയർ ആയിട്ട്, അതായത് ഒരു ജനങ്ങളുടെ പ്രതിനിധി, പോലീസിനെ സഹായിക്കുന്ന ഒരു ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിയമനം കൊടുക്കുകയാണ്. ഇയാൾക്ക് വലിയ ഉന്നതമായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സൊക്കെ ആയിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇയാളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്യൂണ് അല്ലെങ്കിൽ ക്ലർക്കുമാരൊക്കെ കാണത്തില്ല. അതായത് അവിടെ ഇരിക്കുന്ന കളക്ടറെക്കാളും വലിയ അഹങ്കാരമായിരിക്കും, ഏറ്റവും വലിയ കൈക്കൂലിക്കാരായിരിക്കും, ജനങ്ങളെ അവിടെ വരുന്ന ജനങ്ങളെ എങ്ങനെ ഊറ്റിപ്പിഴിയാന്ന് നോക്കി നടക്കുന്ന വ്യക്തികളായിരിക്കും അല്ലേ. ഇതുപോലത്തെ ഒരു ആൾ തന്നെയായിരുന്നു ഇയാൾ. അതായത് ഇയാളുടെ ജോലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് രോഗികൾ വരുമല്ലോ, നമ്മുടെ നാട്ടിലെ രോഗികളെ പോലെയല്ല. അതായത് ഒരു ബോർഡ് വായിക്കാൻ പോലും അറിയത്തില്ല, അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ല, വായിച്ച് മനസ്സിലാക്കാനോ എന്താണെന്നോ ഏതാണെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇയാളോട് കാര്യം പറയുമ്പോൾ ഇയാൾ ഏത് ഡോക്ടറെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക. അതുപോലെ തന്നെ വീൽ ചെയർ വേണമെങ്കിൽ വീൽ ചെയറെ ഉന്തിക്കൊണ്ട് കൊടുക്കുക, എക്സ്റേ എടുക്കണമെങ്കിൽ എവിടെയാണ് എക്സ്റേ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സംഭവം പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല, കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ബോർഡ് മലയാളമെങ്കിലും വായിക്കാൻ അറിയാം. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെയല്ല, വായിക്കാൻ പോലും അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ എന്നുള്ള പേരിലാണ് നിൽക്കുന്നത്. അതുപോലെ ഒരുപാട് പേഷ്യൻസിന് ബെഡ് വേണ്ടി വരും അല്ലേ ഈ അഡ്മിറ്റ് ചെയ്യുന്നവർക്ക്, അപ്പോൾ ബെഡ് വാഗ്ദാനം ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്, ഈ രോഗികളുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ഇതുപോലെ തന്നെ പൈസ കൈപ്പറ്റും. എല്ലാവരും പൈസ കൊടുക്കുമല്ലോ. ഇതായിരുന്നു ഇയാളുടെ പണി. ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരു സൈക്കോപാത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് ഇയാൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ 3 പേരും ഇയാളെ ഒഴിവാക്കി പോവുകയാണ്. കാരണം ഇയാൾ അവരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ 3 പേരും ഇയാളെ ഒഴിവാക്കി പോയി. 4ാമത്തെ ഭാര്യ ക്യാൻസർ മൂലം മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നിലവിൽ പോലീസ് പറയുന്ന കാര്യം ഇയാൾ വലിയ പോണോഗ്രഫി അഡിക്റ്റ് ആയിരുന്നു. ഇതുപോലുള്ള പല പ്രവൃത്തികളും അയാളുടെ മുൻ ഭാര്യമാരുടെ അടുത്ത് ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അവർ ഉപേക്ഷിച്ച് പോയത്. പല ക്രിമിനൽ കേസിലും പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. പലതും കേസായിട്ടില്ലെങ്കിലും അത് ഇയാൾ ഈ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധമുണ്ടല്ലോ, അത് ഉപയോഗിച്ച് എല്ലാം തീർക്കുമായിരുന്നു. അതായത് അവിടുത്തെ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ദൈവത്തെ ഓർക്കുന്ന അവിടെ പോകാൻ തന്നെ നിൽക്കുന്നത്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പോലീസ് എന്നല്ല ആരും തന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അത്രയും നശിച്ച സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. എടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ പോയിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് വെച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ച് ദിവസം പോയി നിന്നൊന്നും പറഞ്ഞൊന്നും ആകത്തില്ല. വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന മലയാളികളുണ്ട്, അവരുടെ അടുക്കയിൽ നിന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയുള്ള കാര്യമാണ്. എന്തായാലും അന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് രോഗിയും അവരുടെ ബന്ധുക്കളൊക്കെ വരികയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് അഡ്മിറ്റ് ചെയ്യാൻ ബെഡൊന്നും ഇല്ല, അപ്പോൾ ഇവർക്ക് വേണ്ടി ബെഡ് റെഡിയാക്കി കൊടുക്കുന്ന, കൈക്കൂലി മേടിച്ച് ബെഡ് റെഡിയാക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പൈസ ഇയാൾക്ക് കിട്ടുന്നുണ്ട് കൈക്കൂലിയായിട്ട്. അപ്പോൾ എന്തായാലും അന്ന് വന്നിട്ടുള്ള രോഗി ഇയാൾ അഡ്മിറ്റ് ഒക്കെ ചെയ്ത് ബെഡൊക്കെ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഈ രോഗിയുടെ ബന്ധു ഉണ്ടായിരുന്നു, രോഗിയുടെ ബന്ധു പൈസയും കൊടുത്തു. അതുപോലെ തന്നെ ഇയാളൊരു കുപ്പി അര വെച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കള്ള്. അങ്ങനെ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിൻ്റെ പുറകിൽ പോയിട്ട് ഇവർ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പെഗൊന്നും അല്ല, പരമാവധി മദ്യപിച്ച് ഇയാൾക്ക് അത്രത്തോളം ലെക്ക് കെട്ടിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇയാൾക്ക് ഹോസ്പിറ്റലിൽ എവിടെയും സ്വാതന്ത്ര്യമുണ്ട്, ആരും ഒന്നും ചോദിക്കത്തില്ല. ഇനി ഇയാൾ സിവിക് വോളണ്ടിയർ ആണല്ലോ, അതായത് പോലീസ് ഓഫീസറോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇയാൾ ഇടുന്ന ടീഷർട്ടൊക്കെ വെസ്റ്റ് ബംഗാൾ പോലീസ് എന്നുള്ള ആ ഒരു ടീഷർട്ട് ഇട്ടൊക്കെയാണ് ഇയാൾ നടക്കുന്നത്. ഇയാൾക്ക് എവിടെയും ആക്സിഡന്റ്, ആരും ഇയാളെ ചോദ്യം ചെയ്യത്തില്ല, എല്ലാവർക്കും ഇയാളെ പേടിയാണ്. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രോഗിയുടെ ബന്ധുവിനൊപ്പം മദ്യപിച്ച് ലെക്ക് കേട്ട ഇയാള് ആ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ആടി ഇങ്ങനെ തോന്നിയിടത്തും കയറി ഇറങ്ങിയൊക്കെ നടക്കുകയാണ്. ആരും ചോദ്യം ചെയ്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഇയാൾ ആ സെമിനാർ ഹാളിൽ എത്തുകയാണ്. സെമിനാർ ഹാളിൽ എത്തിയപ്പോഴേക്കും ഇയാൾ കാണുന്ന കാഴ്ച എന്താണ്, അവിടെ വിശ്രമിക്കുന്ന ഈ 31 വയസ്സുള്ള PG ട്രെയിനി ആയിട്ടുള്ള ഡോക്ടറിലെ ഇയാൾ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട്, വളരെ ബ്രൂട്ടലായിട്ട് അത് ചെയ്യുകയാണ്. അത് ഒരിക്കലും ഞാനത് വിവരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാ ഡോക്ടേഴ്സും, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സ് വീഡിയോ ആയിട്ടിരുന്ന് വന്നിട്ട് ആ പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. അത് എന്തിനാണ്, അത് അവരെന്താ വിചാരിക്കുന്നത്, നമ്മൾ ജനങ്ങളെ അറിയണം. അത്രയും വേദനയാണ്, അത്രയും ബ്രൂട്ടാലിറ്റിയാണ് അത് അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്നതിനും ഒരുപാട് അപ്പുറത്തായിരുന്നു ആ ഒരു പീഡനം എന്നുള്ളത്. നമ്മൾ പല സൈക്കോപാത്ത് സിനിമയിൽ കാണുന്ന പോലെ തന്നെ അത്രയും വേദന അനുഭവിച്ച് തല മുതൽ കാല് വരെ, വിരലുകളും വരെ എല്ലാം പൊട്ടി വളരെ ഡാമേജ്ഡ് ആയിട്ടുള്ള അവസ്ഥ, പ്രൈവറ്റ് പാർട്ട് അടക്കം ടോട്ടൽ നശിപ്പിച്ച അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം പോലീസൊക്കെ എത്തി അന്വേഷണം ആരംഭിച്ചു. പക്ഷെ നമ്മളുടെ സംസ്ഥാനം പോലെയൊന്നും അല്ല സുഹൃത്തുക്കളെ അവിടുത്തെ കാര്യങ്ങൾ. ഇത്രയും വലിയ ബ്രൂട്ടൽ റേപ്പാണ്. അതുപോലും പോലീസ് പറഞ്ഞു, എന്നാലും അതൊക്കെ വെറുതെ തള്ളിവിടുന്ന ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. ആരും സുരക്ഷിതരല്ല അവിടെയൊന്നും. എന്തായാലും പോലീസ് എത്തി. അപ്പോൾ പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞ എന്താണ്, ഇത് സൂയിസൈഡാണ്. എങ്ങനെ ഇരിക്കുന്നത്, ഇത്രയും വലിയ ഡോക്ടർ പ്രൊഫസറാണ് പറയുന്നത് ഇത് സൂയിസൈഡാണ്. ആ പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരൻ മനസ്സിലാക്കാം ക്രൂരമായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ പോലീസുകാരുമായിട്ടുള്ള ബന്ധം ഇതിന് മുതലെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങിയാണ്.
പിന്നെ സോഷ്യൽ മീഡിയ, നമ്മൾ പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് നേടാൻ എന്നല്ലേ. സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ അറിയുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും അറിയുന്നത്. സോഷ്യൽ മീഡിയയുടെ പവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത് രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇടപെടുന്നു, അങ്ങനെ ഒരുപാട് പേര് ഇടപെടുന്നു. പിന്നെ ഇവർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുടെ അടുക്കൽ ഈ വിഷയം എത്തിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാൾക്ക് തൂക്കുകയറ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വാദിക്കും, അത്രത്തോളം ശക്തമായിട്ടായിരിക്കും ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നതൊക്കെ അല്ലേ. എന്തായാലും ഇത് രാജ്യവ്യാപകമായിട്ടുള്ള എല്ലാ മനുഷ്യത്വമുള്ള മനുഷ്യരും ഏറ്റെടുക്കുകയാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ CCTV തന്നെ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇയാളാണ്. വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇയാളാണ് ആ ഒരു അങ്ങോട്ട് നടന്നു പോകുന്നതായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഒരു സെമിനാർ റൂം ഉണ്ടല്ലോ, ഈ ക്രൈം നടന്നിട്ടുള്ള റൂം ഉണ്ടല്ലോ, അവിടെ ഇയാളുടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിന്റെ ഒരു പീസ് അവിടെ വീണിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ വയേർഡ് ആകാം, അല്ലെങ്കിൽ മറ്റേ ഇയറിൽ വെക്കുന്നതാകാം, എന്തായിക്കൊള്ളട്ടെ. ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഇയാളുടെ ഫോണിന്റെ അടുത്തുകൂടെ വരുമ്പോൾ അത് കൃത്യമായിട്ട് പേറാവുന്നതുകൊണ്ട്, അതായത് അന്വേഷണങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി അതിന്റെ തെളിവുകൾ ശേഖരിച്ചാൽ മതി. ആരാണ് പ്രതി എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. അതായത് ഇയാളാണെന്ന് വളരെ വ്യക്തമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇയാളെ മദ്യപിച്ച് ലക്കേട്ട് കിടക്കുന്ന ഒരുപാട് നേഴ്സുമാരും ഒക്കെ കണ്ടത് തന്നെയാണ്. അങ്ങനെ ഇയാൾ നിലവിൽ അറസ്റ്റാണ്. ഈ ഒരു കേസ് CBIക്ക് വിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് കേസിന് ആധാരം. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നും പറഞ്ഞുകൊണ്ടാണ് സമരം. പക്ഷേ അത് ആ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല നമ്മളുടെ മെഡിക്കൽ പ്രൊഫഷണൽസ് പറയുന്നത്. രാജ്യവ്യാപകമായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, ഇനി ഫാർമസിസ്റ്റുകളായിക്കോട്ടെ, അതുപോലെ ലാബുകളിൽ നിൽക്കുന്നവരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് കൈൻഡ് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസും ആയിക്കോട്ടെ, ഇവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ വർഷാവർഷം വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമാണ് നമ്മളുടെ രാജ്യത്തുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ഈ ഡോക്ടേഴ്സിനെ നമ്മളുടെ ഭരണകൂടം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ട്രെയിനി ഡോക്ടർ ഉണ്ടല്ലോ, 36 മണിക്കൂറായിട്ടായിരുന്നു കണ്ടിന്യൂസ്ലി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പല നഴ്സുമാരുടെയും അവസ്ഥ ഒക്കെ ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ആരോഗ്യം രക്ഷിക്കുന്നവർ, സംരക്ഷിക്കുന്നവരുടെ ജീവന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ കൊടുക്കുന്നത് പുല്ലുവിലയാണ്. മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ആവശ്യം സെൻട്രൽ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവർ വർഷങ്ങളായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ഡോക്ടേഴ്സ് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ വകുപ്പും ചുമത്തി, നമ്മളുടെ പണ്ട് IPC ആയിരുന്നു, ഇപ്പോൾ BNS ആയിരുന്നു, അതിൻ്റെ അകത്തുള്ള വകുപ്പും ചുമത്തി അവരെ സബ് ജയിലിൽ റിമാൻഡിന് വിടും. അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പുറത്തിറങ്ങും, വീണ്ടും ഈ ക്രൈമുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് സാധാരണ ഒരു അക്രമങ്ങളെ പോലെ അല്ല ഡോക്ടർമാർക്ക് മെഡിക്കൽ പ്രൊഫഷണൽസിന് നേരെയുള്ള അക്രമങ്ങളെ വിലയിരുത്തേണ്ടത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം, മറ്റൊന്നുമല്ല, ഈ സമൂഹത്തിലെ ഏറ്റവും കൊടും ക്രിമിനൽസുമായിട്ട് വരെ ഒന്നാലോചിച്ച് നോക്കുക. ഇപ്പോൾ പോലീസ് ഒരു വലിയൊരു കൊലയാളിയെ പിടിക്കുകയാണ്. ഈ കൊലയാളിയെ പിടിച്ച ഉടനെ സ്റ്റേഷനിൽ നടപടികൾ കഴിഞ്ഞ ഉടനെ ഇയാളെ കൊണ്ടുവരുന്ന എങ്ങോട്ടാണ്? ഒരു ഡോക്ടറിന്റെ അടുക്കലേക്കാണ്. ഡോക്ടർ തൊട്ടടുത്തിരുത്തിയിട്ട് പരിശോധിക്കേണ്ട ഒരാളാണ്. പരിശോധിക്കുന്ന സമയത്ത് ആ ക്രിമിനൽ പറയുകയാണ്, എൻ്റെ വയറ്റിൽ വേദനയുണ്ട്, അല്ലെങ്കിൽ പോലീസുകാരനെ മർദ്ദിച്ചു, എൻ്റെ വയറ്റിൽ ഒരു മുഴ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ ഒരു കൊടും ക്രിമിനലിന്റെ വയറിൽ പ്രസ് ചെയ്ത് നോക്കി പരിശോധിച്ച് ചിലപ്പോൾ മതിയാകത്തുള്ളൂ. അതായത് സമൂഹത്തിലെ എല്ലാത്തരം ജനവിഭാഗവുമായിട്ട് ഇത്രത്തോളം ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് പോലും ഇടാൻ പറ്റത്തില്ല. കാരണം ഒരു രോഗിയെ കൃത്യമായിട്ട് തൊട്ട് പരിശോധിച്ച് നോക്കണം, സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കണം, ചിലപ്പോൾ കണ്ണ് പൊളിച്ച് നോക്കണം, വാ പൊളിച്ച് നോക്കണം, ശരീരഭാഗങ്ങൾ എവിടെയും പരിശോധിക്കേണ്ടി വരും. അത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വിഭാഗമാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു നിയമം വേണമെന്ന് പറയുന്നത്. ഇത്രത്തോളം അടുത്തിടപഴകേണ്ടി വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൽ ഒന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ വയറ് പ്രസ് ചെയ്ത് പരിശോധിക്കണം, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഓക്കെ, ഡോക്ടർ ഒരു കർട്ടൻ ഇട്ടിട്ട് ബാക്കി ആരും കാണാത്ത രീതിയിലായിരിക്കും അങ്ങനെ ചെക്ക് ചെയ്യുന്നതല്ലേ, അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊടും ക്രിമിനലിൻ്റെ ഒപ്പം ആ ക്രിമിനലിന്റെ വയറിന് വേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഴയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ആരും കാണാത്ത കർട്ടനിട്ട് മറച്ച് ഉള്ളൊരവസ്ഥയിൽ അത്രയും റിസ്കിയറായിട്ട് ഒന്നാലോചിച്ച് നോക്കുക. നിങ്ങൾ ആ സാഹചര്യം ഒന്നാലോചിച്ച് നോക്കുക. കൊടും ക്രിമിനലിനെ കർട്ടനിട്ട് മറച്ച് ഒറ്റയ്ക്ക് നിന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നിയമം വേണമെന്ന് നമ്മളുടെ എല്ലാത്തരം ജനവിഭാഗവും, മനുഷ്യത്വമുള്ള എല്ലാ ജനവിഭാഗവും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുക. തീർച്ചയായിട്ടും 100% ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇത് നടപ്പിലാക്കിയേ മതിയാവത്തുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സമരങ്ങൾക്ക് രണ്ടാണ് ഉദ്ദേശം. ഒന്നാമത്തെ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും നേരിടുന്ന ഈ ഒരു അക്രമങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെ പുതിയ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. ഭരണകൂടം അതിന് തയ്യാറായില്ലെങ്കിൽ നമ്മളുടെ ഭരണകൂടവും നമ്മളുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ ഒരു ഫെയിലിയർ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെഷ്യൽ മാടപ്പള്ളി സൈനിങ് ഔട്ട്.